വ്യാപക തിരച്ചിലിനിടയിലും 8ാം ദിനവും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിൽ തന്നെ. രാഹുലിനെ ബംഗളൂരുവിലെത്തിച്ച ഡ്രൈവർ ഉൾപ്പെടെ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് പുലർച്ചെ വരെ ബംഗളൂരുവിൽ രാഹുലിനായി അന്വേഷണ സംഘം തിരച്ചിൽ നടത്തി. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലും കർണാടകയിലെ ബാഗലൂരിലും ഒടുവിൽ ബംഗളൂരുവിലും എത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. ഇവിടങ്ങളിൽ പല സംഘങ്ങളായി എത്തിയെങ്കിലും രാഹുലിനെ പിടികൂടാനായില്ല. ബംഗളൂരുവിലെ വിവിധയിടങ്ങളിൽ ഇന്ന് പുലർച്ചെ വരെ പോലീസ് പരിശോധന നടത്തി. രാഹുലിനെ ബംഗളൂരുവിലെത്തിച്ച ഡ്രൈവർ ഉൾപ്പെടെ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വയനാട്ടിലെത്തി രാഹുൽ കീഴടങ്ങിയേക്കുമെന്നും സൂചനയുണ്ട്. ഇതിനിടെ രാഹുലിനെതിരായ പുതിയ പരാതിയിലെ FIR വിവരങ്ങൾ പുറത്തുവന്നു. കേസിൽ രാഹുലിനെ മാത്രമാണ് പ്രതി ചേർത്തത്. ക്രൂരമായ ലൈംഗിക പീഡനം നടന്നെന്നും ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നും FIR-ലുണ്ട്. കേരളത്തിന് പുറത്തു താമസിക്കുന്ന 23-കാരിയുടെ പരാതിയിലാണ് കേസ്. അതേസമയം അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന് തനിക്കെതിരെ എടുത്ത കേസിൽ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ പരാതി നൽകി. വസ്തുതാവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണ് FIR എന്നാണ് പരാതി. കേസിൽ 4ാം പ്രതിയാണ് സന്ദീപ് വാര്യർ. 5ാം പ്രതി രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി ഇന്ന് അവസാനിക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.